ഡോക്ടർ ഷമീർ, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഫ്രം കോട്ടക്കൽ. എന്താണ് അപസ്മാരം? എന്തൊക്കെയാണ് അപസ്മാര രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. അപസ്മാരം എന്നാൽ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അതൊരു രോഗാവസ്ഥയാകാം, ഒരു രോഗലക്ഷണവുമാകാം. ചില പ്രത്യേക കാരണങ്ങളാൽ അപസ്മാരം ഉണ്ടാകുന്നത് നമ്മൾ കാണാറുണ്ട്. തലച്ചോറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ, തലച്ചോറിലുള്ള മുഴകൾ, രക്തത്തിലുള്ള ലവണങ്ങളുടെ വ്യത്യാസങ്ങൾ, സോഡിയം കുറയുക, ഷുഗർ അമിതമായി കൂടുക, ഈ അവസ്ഥയിലെല്ലാം നമുക്ക് അപസ്മാരം ഒരു രോഗലക്ഷണമായി കാണാറുണ്ട്. എന്താണ് അപസ്മാരം ഉണ്ടാകുമ്പോൾ രോഗിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് നോക്കാം. നിങ്ങൾക്കറിയാം, തലച്ചോറിലെ മില്യൺ കണക്കിന് ന്യൂറോണുകളാണ് തലച്ചോറിലുള്ളത്. ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ. നാഡീകോശങ്ങൾ ആശയം വിനിമയം ചെയ്യുന്നത് ചില കെമിക്കൽസ് മുഖേനയാണ്. അത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആകും. അതുവഴിയാണ് നാഡീകോശങ്ങൾ മെസ്സേജസ് കൈമാറുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നാഡീകോശങ്ങൾ അമിതമായും അനിയന്ത്രിതമായും ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ടാക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലാണ് അപസ്മാര രോഗലക്ഷണം രോഗിയിൽ കാണാറുള്ളത്. ചിലപ്പോൾ ജസ്റ്റ് ഒരു അശ്രദ്ധ പോലെയോ ഒരു തുറിച്ചു നോക്കൽ പോലെയോ അപസ്മാര രോഗം പ്രസന്റ് ചെയ്യാറുണ്ട്. അപ്പം തലച്ചോറിന്റെ ഏത് ഭാഗത്താണ് അപസ്മാരം ഒറിജിനേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അപസ്മാരത്തിന്റെ രോഗലക്ഷണങ്ങളും. ആ തലച്ചോറിന്റെ ഭാഗത്തിന്റെ ഫങ്ഷൻ എന്താണ്, അതിനനുസരിച്ചായിരിക്കും നമുക്ക് അപസ്മാരത്തിന്റെ ലക്ഷണങ്ങളും കാണാറുള്ളത്. ഇത്തരം ലക്ഷണങ്ങളോട് കൂടി ഒരു അപസ്മാര രോഗി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഡോക്ടർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി അപസ്മാരത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഒരു ഡോക്ടർ നോക്കുന്നത്. അതിനായി അത്യാവശ്യം ഉള്ള ചില രക്തപരിശോധനകൾ വേണ്ടി വന്നേക്കാം. അതായത് ഷുഗർ, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, ഇത്തരം ലവണങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതോടൊപ്പം തലച്ചോറിന്റെ എന്തെങ്കിലും സ്ട്രക്ചറൽ പ്രോബ്ലം കാരണം ഘടനയിലുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ, അതായത് തലച്ചോറിൽ ജന്മനാ ഉണ്ടാകുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ, അല്ലാതെയുള്ള തലച്ചോറിലുള്ള മുഴകൾ, ഇൻഫെക്ഷന്റെ എന്തെങ്കിലും സൂചനകൾ, ഇതെല്ലാം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് EEG ആണ്. EEGയിൽ നമ്മൾ നോക്കുന്നത് അപസ്മാരം എത്രത്തോളം ഉണ്ട്, എന്തൊക്കെയാണ് അതിലുള്ള ചേഞ്ചസ് ഉള്ളത്, അപസ്മാരത്തിന്റെ വ്യക്തമായ സൂചനകൾ EEGയിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ EEGയിൽ നോക്കുന്നത്. പിന്നെയുള്ളത് ഒരു സ്കാനിങ് ആണ്. സാധാരണയായി MRI സ്കാനാണ് നമ്മൾ സാധാരണ അപസ്മാര രോഗികൾ എടുക്കാറുള്ളത്. അതിൽ നമുക്ക് അപസ്മാരത്തിന്റെ എന്തെങ്കിലും മറ്റു കാരണങ്ങളുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. മനസ്സിലാക്കേണ്ടത് EEGയും MRIയും ചില രോഗികൾ നോർമലോ ആകാറുണ്ട്. എന്നാലും നമ്മൾ അതിന്റെ ലക്ഷണങ്ങൾ അനുസരിച്ചാണ് തുടർ ചികിത്സ പ്ലാൻ ചെയ്യുന്നത്. ഓർക്കുക, അപസ്മാരം ഏത് പ്രായത്തിലും വരാവുന്ന ഒരു രോഗമാണ്. അപസ്മാരത്തിന്റെ ലക്ഷണങ്ങളോട് കൂടി ഒരു രോഗി കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടണം. ആവശ്യമായ വൈദ്യപരിശോധനകൾ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, അപസ്മാരം നമുക്ക് മരുന്നുകളാൽ വളരെയധികം സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു അസുഖം കൂടിയാണ്. നന്ദി, നമസ്കാരം.